നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാനന്തവാടി ടൗണിനെ ഭീതിയിലഴ്ത്തി കാട്ടാന. 8 മണിക്കൂറായി തുടരുന്ന ആശങ്കകൾക്കൊടുവിൽ കാട്ടുകൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉത്തരവായി. തുറസായ സ്ഥലത്തേക്ക് ആന മാറിയാൽ ഉടൻ മയക്കുവെടി വയ്ക്കുമെന്ന് വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു. നിലവിൽ ആന നിൽക്കുന്ന സ്ഥലത്തിന് സമീപം വീടുകളും സ്ഥാപനങ്ങളുമുണ്ട്. മയക്കുവെടി വയ്ക്കുമ്പോൾ ആന ഓടിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇതാണ് ആന മാറിയ ശേഷം വെടിവെക്കാമെന്ന് തീരുമാനിക്കാൻ കാരണം. ദൗത്യത്തിനായി വനംവകുപ്പിന്റെ പ്രത്യേക സംഘം മാനന്തവാടിയിലേക്ക് പുറപ്പെട്ടു. കുങ്കിയാനകളായ വിക്രത്തെയും സൂര്യനെയും മാനന്തവാടിയിൽ എത്തിച്ചിട്ടുണ്ട്. മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നാണ് 2 കുങ്കിയാനകളെയും എത്തിച്ചത്. ദൗത്യത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്ന് കർണാടക വനം വകുപ്പ് അറിയിച്ചു. മയക്കുവെടി വെച്ച് പിടിച്ച ശേഷം ആനയെ തിരികെ കർണാടകയിലേക്ക് കൊണ്ടുപോകാനും തീരുമാനിച്ചിട്ടുണ്ട്. കാട്ടാന മാനന്തവാടി നഗരത്തിന് സമീപം തുടരുകയാണ്. ഇതുവരെ ആന പ്രകോപനം ഉണ്ടാക്കുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഹാസനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് നാട് കടത്തപ്പെട്ട ആനയായതിനാൽ ആശങ്ക നിലനിൽക്കുകയാണ്. കർണാടകയിൽ നിന്ന് 2 ആഴ്ച മുമ്പ് പിടികൂടി ബന്ദിപ്പൂർ വനാതിർത്തിയായ മുലഹൊള്ളയിൽ തുറന്നുവിട്ട ആനയാണ് മാനന്തവാടിയിലെത്തിയത്. ഓപ്പറേഷൻ ജംബോ എന്ന ദൗത്യത്തിലൂടെ കർണാടക വനം വകുപ്പ് ഹാസനിലെ സഹാര എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടിയ ആനയാണിതെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. മൈസൂരുവിലെ വനം വകുപ്പ് ഓഫീസാണ് റേഡിയോ കോളറിലൂടെ ആനയെ നിരീക്ഷിക്കുന്നത്. ആനയെ ജനുവരി 16-നാണ് കർണാടക വനം വകുപ്പ് പിടികൂടിയത്. പ്രദേശത്ത് ഭീതി വിതയ്ക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തതോടെയാണ് ആനയെ പിടികൂടാനുള്ള ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടന്നത്. സ്ഥിരമായി കാപ്പിത്തോട്ടങ്ങളിൽ കറങ്ങി നടക്കുന്ന ശല്യക്കാരനായിരുന്നു ഈ ആനയെന്നാണ് വിവരം. കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് മാനന്തവാടിയിൽ CRPC 144 പ്രകാരമുള്ള നിരോധനാജ്ഞ തുടരുകയാണ്. എടവക ഗ്രാമപഞ്ചായത്തിലെ 4, 5, 7 വാർഡുകളിലും മാനന്തവാടി നഗരസഭയിലെ 24, 25, 26, 27 ഡിവിഷനുകളിലുമാണ് മാനന്തവാടി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. നിലവിൽ മയക്കുവെടി വയ്ക്കാൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ്. റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയെ രാവിലെ 7:30യോടെയാണ് മാനന്തവാടി ടൗണിലെ കണിയാരത്ത് ആളുകൾ ആദ്യം കണ്ടത്. പിന്നീട് പായോട് വഴി നീങ്ങിയ കാട്ടാന സബ് ട്രഷറിക്ക് മുന്നിലൂടെ നടന്നു. വാഹനങ്ങൾ അടുത്തുകൂടി പോയെങ്കിലും ഇതുവരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. നഗരത്തിലെ സ്കൂളുകൾക്ക് തഹസിൽദാർ അവധി നൽകിയിരുന്നു. മാനന്തവാടിയിലെ സ്കൂളുകളിലെത്തിയ കുട്ടികൾ ക്ലാസ്സിൽ തന്നെ തുടരാനും സ്കൂളിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ കുട്ടികൾ വീട്ടിൽ തുടരാനും അധികൃതർ നിർദ്ദേശിക്കുകയായിരുന്നു. മാനന്തവാടി ടൗൺ കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകളിലേക്ക് ഒരറിയിപ്പുണ്ടാകുന്നതുവരെ വിദ്യാർത്ഥികളെ അയക്കരുതെന്നും തഹസിൽദാർ അറിയിച്ചു. നിലവിൽ സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ പുറത്തിറക്കാതെ സുരക്ഷിതമായി നിർത്തണമെന്നായിരുന്നു നിർദ്ദേശം. എടവക പഞ്ചായത്തിലെ പായോട് ഇന്നലെ രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത്. വനമില്ലാത്ത പഞ്ചായത്തിൽ ജനവാസ മേഖലയിലാണ് കാട്ടാന എത്തിയത്. രാവിലെ പാൽ കൊണ്ടുപോയ കർഷകരാണ് ആനയെ ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് വനപാലകരും പോലീസും സ്ഥലത്തെത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മാനന്തവാടി ടൗണിലേക്ക് ആളുകൾ വരുന്നത് ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിക്കുകയായിരുന്നു. ആളുകൾ കൂട്ടം കൂടുകയോ ആനയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.